അൽ ബഖറ മദീനയിൽ അവതരിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം മീം. ഞാൻ അല്ലാഹു ഏറ്റവും അറിയുന്നവനാകുന്നു. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് പരിപൂർണ ഗ്രന്ഥമാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശകമാകുന്നു. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. നിനക്ക് അവതരിപ്പിച്ചു തന്നതിലും നിനക്ക് മുമ്പേ അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരുമാണവർ. പരലോക ജീവിതത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിലാകുന്നു, അവർ തന്നെയാണ് വിജയികൾ. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സത്യത്തെ മനഃപൂർവ്വം നിഷേധിച്ചവരാരോ അവർക്ക് നീ മുന്നറിയിപ്പ് നൽകുന്നതും നൽകാതിരിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെ അവർ വിശ്വസിക്കുകയില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവഹ വലഹും അദാബുൻ അദീം. അല്ലാഹു അവരുടെ ഹൃദയങ്ങൾക്കും ചെവികൾക്കും മുദ്ര വച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ മേൽ ഒരു മറയുണ്ട്, അവർക്ക് വലിയ ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. وَمِنَ النَّاسِ مَن يَقُولُ آمَنَّا بِاللَّهِ وَبِالْيَوْمِ الْآخِرِ وَمَا هُمْ بِمُؤْمِنِينَ. ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ചിലരും മനുഷ്യരിലുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെയല്ല. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. അവർ അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നു, എന്നാൽ സത്യത്തിൽ അവർ തങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത്, അവരത് ഗ്രഹിക്കുന്നില്ലെന്നു മാത്രം. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ടായിരുന്നു, പിന്നെ അല്ലാഹു അവർക്ക് അവരുടെ രോഗം വർദ്ധിപ്പിച്ചു. അവർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന കാരണത്താൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്നതാണ്. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെടുമ്പോൾ ഞങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവർ മാത്രമാണെന്നവർ പറയും. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഊൻ. അറിയുക, തീർച്ചയായും അവർ തന്നെയാണ് നാശകാരികൾ, പക്ഷേ ഈ യാഥാർത്ഥ്യം അവർ ഗ്രഹിക്കുന്നില്ല. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ.
മറ്റു ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയെന്ന് അവരോട് പറയപ്പെടുമ്പോൾ ആ ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നവർ പറയും. അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ, എന്നാൽ അവർ ഇക്കാര്യം അറിയുന്നില്ല. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. വിശ്വാസികളെ കാണുമ്പോൾ ഈ പ്രവാചകനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. തങ്ങളുടെ പിശാചുക്കളുമായി, അതായത് നേതാക്കന്മാരുമായി അവർ തനിച്ചാകുമ്പോൾ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് അവർ പറയുക. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു അവരുടെ പരിഹാസത്തിന് ശിക്ഷ നൽകുകയും അവരുടെ അതിക്രമത്തിൽ അന്ധമായി വിഹരിക്കുവാൻ അവരെ വിട്ടേക്കുകയും ചെയ്യുന്നു. ഉലൈക അല്ലദീന ഇശ്തറൗ الضലാലത ബിൽഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. സന്മാർഗം വിറ്റ് ദുർമാർഗം പകരം വാങ്ങിയവരത്രേ അവർ, അതിനാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ നേർവഴി പ്രാപിച്ചതുമില്ല. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അവരുടെ സ്ഥിതി തീ കൊളുത്തിയ ഒരുവന്റെ നില പോലെയാകുന്നു. അത് അവനു ചുറ്റും പ്രകാശം പരത്തിയപ്പോൾ അല്ലാഹു അവരുടെ പ്രകാശത്തെ എടുത്തുകളയുകയും പലതരത്തിലുള്ള അന്ധകാരങ്ങളിൽ അവരെ ഒരു രക്ഷാമാർഗവും കാണാത്തവരായ നിലയിൽ വിടുകയും ചെയ്തു. അവർ ബധിരരും മൂകരും അന്ധരുമാകുന്നു, തന്മൂലം അവർ സത്യത്തിലേക്ക് മടങ്ങുകയില്ല. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. അല്ലെങ്കിൽ അവരുടെ സ്ഥിതി മേഘത്തിൽ നിന്നുള്ള ഒരു പേമാരി പോലെയാകുന്നു. അതോടൊപ്പം പലതരത്തിലുള്ള അന്ധകാരങ്ങളും ഇടിയും മിന്നലുമുണ്ട്. ഇടിയുടെ ഘോരനാദം മൂലം അവർ മരണത്തെ ഭയന്ന് തങ്ങളുടെ വിരലുകൾ ചെവികളിലിടുന്നു. അല്ലാഹു അവിശ്വാസികളെ വലയം ചെയ്യുന്നവനാണ്. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അദാഅ ലഹും مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. മിന്നൽ അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അതവർക്ക് പ്രകാശം നൽകുമ്പോഴെല്ലാം അവരതിലൂടെ നടക്കുന്നു. അതവർക്കിരുട്ടായിരിക്കുമ്പോൾ അവർ നിശ്ചലരായി നിൽക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ എടുത്തുകളയുമായിരുന്നു. നിശ്ചയമായും അല്ലാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതിനു വേണ്ടി.
الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നിങ്ങൾക്കു വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പും ആകാശത്തെ മേൽത്തട്ടുമാക്കുകയും മേഘത്തിൽ നിന്നും ജലം വർഷിപ്പിച്ച് അതു മുഖേന നിങ്ങൾക്ക് ഫലവർഗങ്ങളിൽ നിന്നുള്ള ആഹാരത്തെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തവനാണവൻ. അതിനാൽ നിങ്ങൾ അറിയുന്നവരായിരിക്കെ അല്ലാഹുവിന് സമന്മാരെ സങ്കൽപ്പിക്കരുത്. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതു സംബന്ധിച്ച് വല്ല വിധത്തിലും നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഇതിനു തുല്യമായതിൽ നിന്നൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. അതിനായി അല്ലാഹുവിനു പുറമേയുള്ള നിങ്ങളുടെ സാക്ഷികളെയും സഹായികളെയും വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. മനുഷ്യരും കല്ലുകളും വിറകായുള്ള അഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, അത് അവിശ്വാസികൾക്കായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. وَبَشِّرِ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ أَنَّ لَهُمْ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ كُلَّمَا رُزِقُوا مِنْهَا مِن ثَمَرَةٍ رِزْقًا قَالُوا هَذَا الَّذِي رُزِقْنَا مِن قَبْلُ وَأُتُوا بِهِ مُتَشَابِهًا وَلَهُمْ فِيهَا أَزْوَاجٌ مُطَهَّرَةٌ وَهُمْ فِيهَا خَالِدُونَ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട്. അവിടെ വെച്ച് അവർക്ക് കായ്കനികളിൽ നിന്ന് വല്ലതും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് മുമ്പ് ഞങ്ങൾക്ക് ഐഹിക ജീവിതത്തിൽ നൽകപ്പെട്ടിരുന്നതു തന്നെയാണെന്നവർ പറയും. സദൃശമായ വിധത്തിലാണ് അതവർക്ക് നൽകപ്പെടുക. അവിടെ അവർക്ക് പരിശുദ്ധരായ ഇണകളും ഉണ്ടായിരിക്കും. അവരതിൽ നിത്യവാസികളുമായിരിക്കും. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. ഒരു കൊതുകിനെയോ അതിനപ്പുറമുള്ള അതിലും നിസ്സാരമായ മറ്റു വല്ലതിനെയോ ഉപമയായി എടുത്തു കാണിക്കുന്നതിന് അല്ലാഹു ലജ്ജിക്കുന്നില്ല. അപ്പോൾ വിശ്വാസികൾ അത് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കും. നിഷേധികളാകട്ടെ ഈ ഉപമ മുഖേന അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. എന്നാൽ യാഥാർത്ഥ്യമിതാണ്, ഇത് ഖുർആൻ മുഖേന അല്ലാഹു പലരെയും വഴിതെറ്റിയവരായി വിധിക്കുന്നു, പലരെയും സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. എന്നാൽ ആജ്ഞാലംഘകരെയല്ലാതെ മറ്റാരെയും ഇതു മുഖേന അവൻ വഴിതെറ്റിയവരായി വിധിക്കുന്നില്ല.
الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അല്ലാഹുമായുള്ള കരാറിനെ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുകയും ചേർക്കുവാൻ അല്ലാഹു കൽപ്പിച്ചതിനെ വേർപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്രേ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ എങ്ങനെ നിഷേധിക്കും? നിങ്ങൾ നിർജീവരായിരുന്നു, എന്നിട്ട് നിങ്ങളെ അവൻ ജീവനുള്ളവരാക്കി. ഇനി അവൻ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ അവനിലേക്കു തന്നെ മടക്കപ്പെടുന്നതുമാണ്. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. ഭൂമിയിലുള്ളതൊക്കെയും നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചവനാണവൻ. എന്നിട്ടവൻ ആകാശങ്ങളുടെ നേരെ തിരിഞ്ഞു അവയെ 7 ആകാശങ്ങളായി ശരിപ്പെടുത്തുകയും ചെയ്തു. അവനെല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനത്രേ. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനുത്തരമായി അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അവൻ അല്ലാഹു ആദമിന് എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അനന്തരം അവൻ ആ നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നവയെ മലക്കുകളുടെ മുമ്പിൽ വച്ചു കാട്ടി. എന്നിട്ടവൻ പറഞ്ഞു, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്തെന്ന് എന്നോട് പറയുക. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അവർ പറഞ്ഞു, നീ പരിശുദ്ധനാണ്, ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരറിവുമില്ല. നിശ്ചയമായും സർവജ്ഞനും യുക്തിജ്ഞനും നീ തന്നെയാകുന്നു. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അപ്പോൾ അവൻ അല്ലാഹു പറഞ്ഞു, ആദം, നീ അവയുടെ നാമങ്ങൾ അവർക്ക് മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുക.
അപ്രകാരം അദ്ദേഹം അവയുടെ നാമങ്ങൾ അവർക്കറിയിച്ചു കൊടുത്തപ്പോൾ അവൻ അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യകാര്യങ്ങൾ എനിക്കറിയാമെന്നും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതും ഞാൻ അറിയുന്നുവെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. നിങ്ങൾ ആദമിന് വഴിപ്പെടുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം സ്മരിക്കുക. അപ്പോൾ അവർ വഴിപ്പെട്ടു, പക്ഷേ ഇബ്ലീസ് വഴിപ്പെട്ടില്ല. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അവൻ നിഷേധികളിൽപ്പെട്ടവനായിരുന്നു. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. നാം പറഞ്ഞു, ആദമേ, നീയും നിന്റെ പത്നിയും ഈ തോട്ടത്തിൽ വസിക്കുകയും അവിടെ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്തുനിന്ന് സുഭിക്ഷമായി ഭക്ഷിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്. സമീപിച്ചാൽ നിങ്ങൾ അധർമ്മികളായി ഭവിക്കും. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. പിന്നീട് പിശാചതു വൃക്ഷം മുഖേന അവരെ രണ്ടുപേരെയും വ്യതിചലിപ്പിച്ചു. അങ്ങനെ രണ്ടുപേരെയും അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവൻ പിശാച് പുറന്തള്ളി. നാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോവുക. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാണ്. ഗ്രഹിച്ചുകൊള്ളുക, ഭൂമിയിൽ നിങ്ങൾക്കൊരു നിശ്ചിത കാലം വരെ വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. പിന്നെ ആദം തന്റെ നാഥനിൽ നിന്നും ചില പ്രാർത്ഥനാ വചനങ്ങൾ പഠിച്ചു. അപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ അല്ലാഹു അദ്ദേഹത്തിന്റെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു. തീർച്ചയായും അവൻ സർവഥാ കാരുണ്യത്തോടെ തിരിയുന്നവനും അതീവ ദയാലുവുമാകുന്നു. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ. ഓർക്കുക, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ എന്നിൽ നിന്നുള്ള മാർഗദർശനം വരികയാണെങ്കിൽ അപ്പോൾ ആർ എൻ്റെ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവർക്ക് ഭാവിയെപ്പറ്റി യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല. അവർ കഴിഞ്ഞതിനെപ്പറ്റി വ്യസനിക്കുന്നതുമല്ല. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. എന്നാൽ നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്യുന്നവർ നരകാവകാശികളാകുന്നു. അവരവിടെ ചിരകാലം വസിക്കുന്നവരായിരിക്കും. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹത്തെ സ്മരിക്കുക. എന്നോട് ചെയ്ത കരാർ നിങ്ങൾ പാലിക്കുക. എന്നാൽ നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കുന്നതാണ്. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക.
وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. നിങ്ങളുടെ അടുക്കലുള്ളത് പൂർവഗ്രന്ഥങ്ങൾ ശരിവച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിൽ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അതിനെ നിഷേധിക്കുന്നതിൽ നിങ്ങൾ മുമ്പന്മാരാകരുത്. എൻ്റെ വചനങ്ങൾക്കു പകരം തുച്ഛവില വാങ്ങുകയുമരുത്. എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. നിങ്ങൾ അറിയുന്നവരായിരിക്കെ സത്യത്തെ അസത്യവുമായി കലർത്തുകയും സത്യം മറച്ചുവയ്ക്കുകയും ചെയ്യരുത്. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെ നമിക്കുന്നവരോടൊപ്പം നമിക്കുകയും ചെയ്യുക. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. നിങ്ങൾ ജനങ്ങളോട് നന്മ ഉപദേശിക്കുകയും നിങ്ങളെ സ്വയം വിസ്മരിക്കുകയുമാണോ ചെയ്യുന്നത്? നിങ്ങൾ ഗ്രന്ഥം വായിക്കുന്നുണ്ട് താനും, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. സഹനവും പ്രാർത്ഥനയും മുഖേന നിങ്ങൾ സഹായാർത്ഥന ചെയ്യുവിൻ. വിനയാനുതരായവർക്ക് തീർച്ചയായും അത് ഭാരമേറിയതാകുന്നു. الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നവരും അവനിലേക്കു തന്നെ മടങ്ങിച്ചെല്ലുന്നവരുമാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന വിനയാനിതർ. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹവും സമസ്ത ലോകരിൽ വച്ചു നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയിരുന്ന കാര്യവും നിങ്ങൾ സ്മരിക്കുക. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നിലും പകരമാവാത്തതും ആരിൽ നിന്നും ഒരു ശുപാർശയും അംഗീകരിക്കപ്പെടാത്തതും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്തതും ആരും സഹായിക്കപ്പെടാത്തതുമായ ഒരു നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കുവാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടുമിരിക്കുന്ന ഫിറോന്റെ കൂട്ടരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം ഓർക്കുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് കടുത്ത പരീക്ഷണമാണുണ്ടായിരുന്നത്. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. നിങ്ങൾക്കായി നാം സമുദ്രങ്ങളെ പിളർക്കുകയും അങ്ങനെ നാം നിങ്ങളെ രക്ഷപ്പെടുത്തുകയും നിങ്ങൾ നോക്കി നിൽക്കവേ ഫിറോന്റെ ആളുകളെ നാം മുക്കിക്കളയുകയും ചെയ്ത സന്ദർഭവും സ്മരിക്കുക.
وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون. നാം മൂസയ്ക്ക് 40 രാവുകൾ വാഗ്ദാനം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നിങ്ങൾ അധർമ്മികളായിക്കൊണ്ട് പശുക്കുട്ടിയെ ആരാധ്യവസ്തുവാക്കി. ആ സംഭവത്തെയും സ്മരിക്കുക. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. എന്നിട്ട് നാം അതിനുശേഷം നിങ്ങൾക്ക് മാപ്പു നൽകി, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിനു വേണ്ടി. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസയ്ക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും, എന്റെ ജനങ്ങളെ, പശുക്കുട്ടിയെ ആരാധ്യവസ്തുവായി വരിക്കുക നിമിത്തം തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് സ്വയം അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സ്രഷ്ടാവിങ്കൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് അതാണ്. അങ്ങനെ അവൻ നിങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു. തീർച്ചയായും അവൻ വളരെയധികം കാരുണ്യത്തോടെ തിരിയുന്നവനും മഹാദാക്ഷിണ്യവാനുമത്രേ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنظُرُونَ. ഓ മൂസ, ഞങ്ങൾ അല്ലാഹുവിനെ പ്രത്യക്ഷമായി കാണുന്നതുവരെ നിന്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുകയേയില്ലെന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഒരു നാശകരമായ ശിക്ഷ നിങ്ങളെ പിടികൂടി. ثُمَّ بَعَثْنَاكُم مِّن بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. പിന്നീട് നിങ്ങൾ കൃതജ്ഞരായിരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ നാശത്തിനു ശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. وَظَلَّلْنَا عَلَيْكُمُ الْغَمَامَ وَأَنزَلْنَا عَلَيْكُمُ الْمَنَّ وَالسَّلْوَىٰ كُلُوا مِن طَيِّبَاتِ مَا رَزَقْنَاكُمْ وَمَا ظَلَمُونَا وَلَكِن كَانُوا أَنفُسَهُمْ يَظْلِمُونَ. നാം നിങ്ങൾക്ക് മേഘക്കുട ചൂടിത്തരികയും മന്നയും സൽവായും നിങ്ങൾക്ക് ഇറക്കിത്തരികയും നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള നല്ല സാധനങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുകയെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അവർ നമുക്ക് യാതൊരു നഷ്ടവും വരുത്തിയിട്ടില്ല. പ്രത്യുത അവർ തങ്ങൾക്കു തന്നെ നഷ്ടം വരുത്തുകയായിരുന്നു. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَّغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. നാം അവരോട് പറഞ്ഞ സന്ദർഭവും ഓർക്കുക. നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിച്ച് അവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നിടത്തു നിന്നു യഥാസുഖം ഭക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ വണക്കത്തോടുകൂടി വാതിൽ കടക്കുകയും പാപഭാരം ലഘൂകരിക്കപ്പെടണമേ എന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നാം നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. സുഹൃതവാന്മാർക്ക് പ്രതിഫലം നാം വർദ്ധിപ്പിക്കുന്നതുമാണ്.
فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. എന്നാൽ അധർമ്മം പ്രവർത്തിച്ചവർ അവരോട് പറയപ്പെട്ടിട്ടില്ലാത്ത മറ്റൊരു വാക്കായി അതിനെ മാറ്റി. അതിനാൽ ആ ധർമ്മകാരികളുടെ മേൽ നാം ആകാശത്തു നിന്നും ഒരു ശിക്ഷ ഇറക്കി, അവർ ആജ്ഞാലംഘകരായിരുന്നതു നിമിത്തം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. മൂസ തന്റെ ജനങ്ങൾക്കു വേണ്ടി വെള്ളത്തിനായി പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടികൊണ്ട് ആ കല്ലിന്മേലടിക്കുക. അങ്ങനെ അതിൽ നിന്നും 12 ഉറവകൾ പൊട്ടിയൊഴുകി. എല്ലാ ആളുകളും അവരവരുടെ പാനസ്ഥലം തിരിച്ചറിഞ്ഞു. അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്നു നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നാശകാരികളായി നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടു. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. ഓ മൂസ, ഒരേ തരം ആഹാരം കൊണ്ട് തൃപ്തരായി കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ ഞങ്ങൾക്കായി നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഭൂമിയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ചീര, കക്കരി, ഗോതമ്പ്, പയറ്, ഉള്ളി എന്നിവ ഞങ്ങൾക്കു വേണ്ടി അവൻ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. അദ്ദേഹം പറഞ്ഞു, ഉത്തമമായതിനു പകരം അധമമായതാണോ നിങ്ങൾ കാംക്ഷിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയിക്കൊള്ളുക. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിക്കും. അവരുടെ മേൽ ഹീനത്വവും ദൈന്യവും മുദ്രിതമാവുകയും അവർ അല്ലാഹുവിൻ്റെ ക്രോധത്തിന് പാത്രമാവുകയും ചെയ്തു. അതാകട്ടെ, അവർ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിരുന്നു. മാത്രമല്ല, അവർ ധിക്കരിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതിൻ്റെ ഫലവും അത്രേ അത്. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. വിശ്വാസികളോ യഹൂദികളോ ക്രിസ്ത്യാനികളോ സാബികളോ ആരായിരുന്നാലും അല്ലാഹുവിലും അന്ത്യനാളിലും പരിപൂർണമായി വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ നിശ്ചയമായും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അനുയോജ്യമായ പ്രതിഫലമുണ്ട്. ഭാവിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല. കഴിഞ്ഞതിനെ സംബന്ധിച്ച് അവർ ദുഃഖിക്കുന്നതുമല്ല. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. നാം നിങ്ങളോട് കരാർ വാങ്ങുകയും
നിങ്ങളുടെ മീതെയായി മലയെ ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം പറഞ്ഞു, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളത് മുറുകെ പിടിക്കുക, അതിലുള്ളത് ഓർമ്മിക്കുക, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവരാകുവാൻ വേണ്ടി. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. എന്നിട്ട് നിങ്ങൾ അതിനുശേഷം പിന്തിരിഞ്ഞു കളഞ്ഞു. നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെട്ടു പോകുമായിരുന്നു. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. ശബത്ത് ദിവസം ശനിയാഴ്ചയെ സംബന്ധിച്ച കാര്യത്തിൽ നിങ്ങളിൽ അതിക്രമം പ്രവർത്തിച്ചവരെപ്പറ്റി നിങ്ങൾക്ക് നല്ല പോലെ അറിവുള്ളതാണല്ലോ. അന്നേരം നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുവിൻ എന്ന് നാം അവരോട് പറഞ്ഞു. فَجَعَلْنَاهَا نَكَالًا لِمَا بَيْنَ يَدَيْهَا وَمَا خَلْفَهَا وَمَوْعِظَةً لِلْمُتَّقِينَ. അങ്ങനെ നാം ആ സംഭവം അന്നുള്ളവർക്കും പിൽക്കാലത്തുള്ളവർക്കും ഒരു പാഠവും ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഒരു സതുപദേശവുമാക്കി. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ ആജ്ഞാപിക്കുന്നു എന്ന് മൂസ തൻ്റെ ജനത്തോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ ചോദിച്ചു, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിവേകികളിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവിനെ അഭയം പ്രാപിക്കുന്നു. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. അവർ പറഞ്ഞു, ഞങ്ങൾക്കു വേണ്ടി നീ നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. അത് ഏതു തരം പശുവാണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. അദ്ദേഹം പറഞ്ഞു, അത് അധികം പ്രായം കൂടിയതോ പ്രായം കുറഞ്ഞതോ അല്ല, അത് പൂർണ്ണ വളർച്ചയെത്തിയ ഇടത്തരം പശുവായിരിക്കണമെന്ന് അവൻ അല്ലാഹു പറയുന്നു. അതുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. അതിൻ്റെ നിറമെന്താണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. അദ്ദേഹം പറഞ്ഞു, അത് കാണികൾക്ക് ആഹ്ലാദം ജനിപ്പിക്കുന്ന ശുദ്ധ മഞ്ഞ നിറമുള്ള പശുവാണെന്നവൻ അല്ലാഹു പറയുന്നു. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. അത് ഏതു തരത്തിലുള്ളതാണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. പശുക്കൾ അന്യോന്യ സദൃശങ്ങളായി ഞങ്ങൾക്ക് കാണപ്പെടുന്നു. അല്ലാഹു ഇച്ഛിക്കുന്ന പക്ഷം നിശ്ചയമായും ഞങ്ങൾ നേർവഴി പ്രാപിക്കും. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. അദ്ദേഹം പറഞ്ഞു, അത് ഭൂമി ഉഴുതുന്നതിനോ കൃഷി നനയ്ക്കുന്നതിനോ ഉപയോഗിച്ചിട്ടില്ലാത്തതും അന്യൂനമായതും
യാതൊരു പാടുമില്ലാത്തതുമായ പശുവാണെന്നവൻ അല്ലാഹു പറയുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ നീ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അവർ അതിനെ അറുത്തു. അവരത് നിർവഹിക്കുവാൻ സന്നദ്ധരായിരുന്നില്ല. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും എന്നിട്ട് അത് സംബന്ധമായി നിങ്ങൾ പരസ്പരം ഭിന്നാഭിപ്രായക്കാരാവുകയും ചെയ്ത അവസരവും സ്മരിക്കുക. അല്ലാഹുവാകട്ടെ നിങ്ങൾ മറച്ചുവെച്ചുകൊണ്ടിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. അപ്പോൾ നാം പറഞ്ഞു, ഈ സംഭവത്തെ ഇതുപോലുള്ള മറ്റു ചില സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുക, എന്നാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകും. ഇപ്രകാരം അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുകയും നിങ്ങൾക്ക് തൻ്റെ അടയാളങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്നു, നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നതിനു വേണ്ടി. ثُمَّ قَسَتْ قُلُوبُكُم مِّن بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ أَوْ أَشَدُّ قَسْوَةً وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارُ وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ. അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അങ്ങനെ അത് പാറക്കല്ലുകൾ കണക്കെയോ അതിനേക്കാൾ കഠിനമോ ആയിരിക്കുകയാണ്. നിശ്ചയമായും പാറകളിൽ തന്നെ അരുവികൾ അതിൽ നിന്നും പൊട്ടിയൊഴുകുന്ന ചിലതുണ്ട്. അവയിൽ സ്വയം പൊട്ടിപ്പിളരുന്ന ചിലതുമുണ്ട്. അങ്ങനെ അവയിൽ നിന്ന് വെള്ളം നിർഗമിക്കുന്നു. അല്ലാഹുവിനെ ഭയപ്പെട്ടതിനാൽ കീഴ്പോട്ട് പതിക്കുന്ന ചിലതും അവയിലുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരിൽ ഒരു വിഭാഗക്കാർ അല്ലാഹുവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും പിന്നെ അവ ഗ്രഹിച്ച ശേഷം മനഃപൂർവ്വം മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണല്ലോ. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَا بَعْضُهُمْ إِلَى بَعْضٍ قَالُوا أَتُحَدِّثُونَهُم بِمَا فَتَحَ اللَّهُ عَلَيْكُمْ لِيُحَاجُّوكُم بِهِ عِندَ رَبِّكُمْ أَفَلَا تَعْقِلُونَ. വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്നവർ പറയും. അവരിൽ ചിലർ മറ്റു ചിലരുമായി തനിച്ചാകുമ്പോൾ അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയും, അല്ലാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? അതിൻ്റെ ഫലമിതായിരിക്കും, നിങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ അത് മുഖേന നിങ്ങൾക്കെതിരായി അവർ ന്യായവാദം ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? أَوَلَا يَعْلَمُونَ أَنَّ اللَّهَ يَعْلَمُ مَا يُسِرُّونَ وَمَا يُعْلِنُونَ. അവർ രഹസ്യമാക്കി വയ്ക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? وَمِنْهُمْ أُمِّيُّونَ لَا يَعْلَمُونَ الْكِتَابَ إِلَّا أَمَانِيَّ وَإِنْ هُمْ إِلَّا يَظُنُّونَ. അവരിൽ ചിലർ നിരക്ഷരരാകുന്നു. ചില വ്യാജസങ്കല്പങ്ങളല്ലാതെ അവർ തങ്ങളുടെ ഗ്രന്ഥത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയുന്നില്ല. അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. അതിനാൽ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുകയും പിന്നെ അതിനു പകരം തുച്ഛമായ വില വാങ്ങുവാനായി ഇത് അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. ഏതൊന്ന് അവരുടെ കൈകൾ എഴുതിയുണ്ടാക്കിയോ അതു നിമിത്തവും അവർക്ക് നാശം. അവർ ഏതൊന്ന് സമ്പാദിക്കുന്നുവോ അതുമൂലവും അവർക്ക് നാശം. وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. ഏതാനും ദിവസങ്ങളല്ലാതെ നരകാഗ്നി ഞങ്ങളെ സ്പർശിക്കുകയില്ലെന്നവർ പറയുന്നു. നീ അവരോട് പറയുക, അല്ലാഹുവിൽ നിന്നു നിങ്ങൾ വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹു തൻ്റെ കരാർ ഒരിക്കലും ലംഘിക്കുകയില്ല. അല്ലെങ്കിൽ അല്ലാഹുവിനെക്കുറിച്ച് നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ജൽപ്പിക്കുകയാണോ? بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون. അങ്ങനെയല്ല, ആർ ദുഷ്കൃത്യം ചെയ്യുകയും അവരുടെ പാപം അവരെ വലയം ചെയ്യുകയും ചെയ്യുന്നുവോ അത്തരക്കാർ നരകാവകാശികളത്രേ. അവരതിൽ ചിരകാലം വസിക്കുന്നവരുമായിരിക്കും. والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർ സ്വർഗാവകാശികളാകുന്നു. അവരതിൽ ശാശ്വതമായി വസിക്കുന്നവരത്രേ. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ ثُمَّ تَوَلَّيْتُمْ إِلَّا قَلِيلًا مِنْكُمْ وَأَنْتُمْ مُعْرِضُونَ. നാം ഇസ്രായേൽ സന്തതികളിൽ നിന്ന് കരാർ വാങ്ങിയ സന്ദർഭവും ഓർക്കുക. നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുത്. മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യുക. ജനങ്ങളോട് നല്ല വാക്ക് പറയുക. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങളിൽ നിന്ന് ചുരുക്കം പേരൊഴികെ നിങ്ങൾ ബാക്കിയെല്ലാവരും വിമുഖരായി പിന്തിരിഞ്ഞു കളഞ്ഞു. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. നിങ്ങൾ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആളുകളെ പുറത്താക്കുകയില്ലെന്നും നാം നിങ്ങളോട് കരാർ വാങ്ങുകയും എന്നിട്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അത് സമ്മതിക്കുകയും ചെയ്തിരുന്ന അവസരവും സ്മരിക്കുക. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم
بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. പിന്നെ നിങ്ങളിതാ പരസ്പരം കൊല നടത്തുകയും നിങ്ങളിൽ ഒരു കൂട്ടർക്കെതിരായി പാപമായും അക്രമമായും അന്യോന്യം സഹകരിച്ചുകൊണ്ട് അവരെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു. അവർ തടവുകാരായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരെ ബഹിഷ്കരിക്കുന്നത് നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്നു ചില ഭാഗം വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയുമാണോ ചെയ്യുന്നത്? എന്നാൽ നിങ്ങളിൽ ആരത് ചെയ്യുന്നുവോ അവർക്ക് ഐഹിക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റെന്താണ് പ്രതിഫലം? പുനരുദ്ധാന നാളിലാകട്ടെ അവർ അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതുമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. പരലോകത്തിനു പകരം ഐഹിക ജീവിതത്തെ ക്രയം ചെയ്തിട്ടുള്ളവരാണവർ. തന്നിമിത്തം അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല, അവർ സഹായിക്കപ്പെടുന്നതുമല്ല. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. തീർച്ചയായും മൂസാക്ക് നാം ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ പിന്തുടർന്ന് പ്രവാചകന്മാരെ നാം അയക്കുകയും ചെയ്തു. മറിയമിന്റെ മകൻ ഈസയ്ക്ക് നാം സ്പഷ്ടമായ തെളിവുകൾ നൽകുകയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും നിങ്ങൾ എതിർത്തു. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടാത്ത സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ ഓരോ ദൂതൻ വരുമ്പോഴും നിങ്ങൾ ഗർവ് കാണിക്കുകയും അങ്ങനെ അവരിൽ ചിലരെ നിങ്ങൾ നിഷേധിച്ചു തള്ളുകയും മറ്റു ചിലരെ നിങ്ങൾ കൊലപ്പെടുത്തുകയുമാണോ ചെയ്യുന്നത്? وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണെന്ന് അവർ പറയുന്നു. അല്ല, അവരുടെ നിഷേധം മൂലം അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാൽ അല്പം മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. അവരുടെ അടുക്കലുള്ള ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥം അല്ലാഹുവിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതിനു മുമ്പ് അവിശ്വാസികൾക്കെതിരെ വിജയസിദ്ധിക്കായി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ അറിഞ്ഞിരുന്ന ഒരു സത്യം ഖുർആൻ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരതിനെ നിരാകരിക്കുകയാണുണ്ടായത്. അതിനാൽ ആ നിഷേധികൾക്ക് അല്ലാഹുവിൻ്റെ ശാപം.
بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ. അവരുടെ ആത്മാക്കളെ വിറ്റുകൊണ്ട് പകരമായി കിട്ടിയത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതായത് അല്ലാഹു തൻ്റെ ദാസന്മാരിൽ അവനിച്ഛിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹം ഇറക്കുന്നതിലുള്ള വിദ്വേഷം നിമിത്തം അവൻ അവതരിപ്പിച്ചതിനെ നിഷേധിക്കുന്നു. അതിനാൽ അവർ മേൽക്കുമേൽ കോപത്തിന് പാത്രമായിരിക്കുന്നു. നിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്.